Hello friends, Assalamu alaikum. Welcome back our channel, My Tricks and Tips. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് അതിൽ എങ്ങനെയൊക്കെയാണ് ചെടി നടുന്നതെന്നും അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് അപ്പം തന്നെ ചെടികൾ നടുന്നതിനെക്കാട്ടിലും എപ്പോഴും നല്ലത് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കി ഒരു 10 ദിവസമെങ്കിലും, കുറഞ്ഞത് ഒരു 10 ദിവസമെങ്കിലും ആ മണ്ണ് അങ്ങനെ തന്നെ വെക്കുക. അങ്ങനെ തന്നെ വെച്ചിട്ട്, അതായത് നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് ഒരു കവറിലോ അല്ലെങ്കിൽ ചട്ടികളിൽ തന്നെ ഇതുപോലെ നിറച്ച് വെച്ചാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു പ്ലാസ്റ്റിക് ചാക്കുകൾ ഉണ്ടാവുമല്ലോ, അതിൽ നിറച്ച് വെക്കുക. അതിൽ നിറച്ച് വെച്ചിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് പോട്ടുകളിലേക്ക് നിറച്ച് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ചെടി നടുകയാണെങ്കിൽ പെട്ടെന്ന് ചെടികൾ വളർന്ന് കിട്ടുകയും ചെയ്യും. ആ ചെടി നല്ല ആരോഗ്യത്തോടു കൂടി വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നടുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ മിക്കവാറും ചെടികൾ നടുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ആദ്യം പോട്ടി മിക്സ് തയ്യാറാക്കും, എന്നിട്ടൊരു 10 ദിവസം അത് അങ്ങനെ തന്നെ വയ്ക്കും. അതിന് ശേഷം ചെടികൾ നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെടികൾ നടുമ്പോൾ ഈ പോട്ടി മിക്സിൻ്റെ 1-2 വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ മണ്ണ് തയ്യാറാക്കുമ്പോൾ നിർബന്ധമായിട്ട് നമ്മളതിൽ ചേർക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഈ മണ്ണിൽ എന്തെങ്കിലും കീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ചെടികളൊക്കെ നടാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ചെടികൾ കുറച്ച് ദിവസം മുമ്പേ ഞാൻ കളക്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനത് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ നടാൻ ഉള്ള മടി കൊണ്ട് വെള്ളത്തിലിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോഴാണ് ഞാൻ അധികവും ചെടി ഇങ്ങനെ നടാറുള്ളത്. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പെട്ടെന്ന് റൂട്ട് വരും. അപ്പോൾ നമുക്ക് ചെടികൾ പിടിച്ച് കിട്ടാനും നല്ല ഈസിയാണ്. പിന്നെ ഇതുപോലെ പൂക്കളൊക്കെ ഉള്ള ചെടികളാണെങ്കിൽ ഞാൻ ആ പൂക്കളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റും. അതിന് ശേഷമാണ് ചെടികൾ നടാറുള്ളത്. പ്രത്യേകിച്ച് 10 മണി പൂക്കളൊക്കെ ആണെങ്കിൽ അത് കട്ട് ചെയ്തതിന് ശേഷം നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ചെടി ഉണ്ടാവുകയുള്ളൂ. അതിൽ കൂടുതൽ പൂക്കളും ഉണ്ടാവുള്ളൂ. പിന്നെ നടുന്ന സമയത്ത് നമ്മൾ അടിവശത്തുള്ള ഈ ചെറിയ ചെറിയ ഇലകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്നങ്ങോട്ട് അടർത്തി മാറ്റിക്കളയാം. അതിന് ശേഷം നട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഇലകളൊക്കെ നമുക്ക് അടർത്തി മാറ്റാൻ ഒരു മടിയായിരിക്കും. പ്രത്യേകിച്ചും പൂമൊട്ടുകളും പൂക്കളും മാറ്റാൻ നമുക്ക് പ്രത്യേകിച്ച് മടിയായിരിക്കും. പക്ഷെ നമുക്ക് ആരോഗ്യത്തോടുള്ള ചെടികൾ കിട്ടാനും അതിൽ നിറയെ പൂക്കളും ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ ഉള്ള പൂക്കളും പൂമൊട്ടുകളും കട്ട് ചെയ്തേ മതിയാവുള്ളൂ. ഇതിപ്പോൾ കണ്ടോ, ഇതിനൊക്കെ റൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ 2-3 ദിവസം ഇട്ട് കഴിഞ്ഞാൽ 10 മണി ചെടികളിലൊക്കെ പെട്ടെന്ന് റൂട്ട് വരും കേട്ടോ. കുറേ ചെടികളിലൊക്കെ ഇങ്ങനെ റൂട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ അധികം ചെടികൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഓരോ ചട്ടികളിലും നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് നട്ടു കൊടുക്കാം. നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് അധികം വെയിലിൽ വെക്കാൻ പാടില്ല. പിന്നെ വെയിലിൽ വെച്ച് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് അങ്ങോട്ട് വാടിപ്പോവും. അത് ചിലപ്പോൾ പിടിച്ച് കിട്ടിയില്ല എന്നൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെടികളായിക്കോട്ടെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ വെക്കുക. ഒരാഴ്ചയെങ്കിലും നമ്മളത് ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ വെക്കുക. അത്യാവശ്യം വെളിച്ചം മാത്രം കിട്ടിയാൽ മതി, അധികം വെയിലൊന്നും അതിനാവശ്യമില്ല. ഒരാഴ്ച ആകുമ്പോഴത്തേക്കിലും അതിൽ റൂട്ടൊക്കെ വന്ന് ആ ചെടി ആ ഒരു മണ്ണുമായിട്ടൊന്ന് സെറ്റാവും. ആ സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് വെയിലുള്ള ഏരിയയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വളർന്നു വരും. പിന്നെ നമ്മൾ ചെടികൾ നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മണ്ണ് നിറയ്ക്കുമ്പോൾ ചട്ടിയിൽ മുഴുവനായിട്ട് മുകളിൽ വരെ നിറയ്ക്കാണ്ടിരിക്കുക. അതായത് ആദ്യം മുകളിൽ വരെ നിറച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ താനെ ആ മണ്ണ് കുറച്ചും കൂടെ ഒന്ന് താഴ്ന്നു നിൽക്കും. അതായത് പിന്നീട് വളങ്ങൾ കൊടുക്കാനുള്ള ഒരു സ്പേസ് എപ്പോഴും അതിൽ ഉണ്ടാവണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതൊരിപ്പോൾ ഒരു 1/4 ഭാഗത്തോളമാണ് ഇതിൽ മണ്ണൊക്കെ ആയിട്ടുള്ളൂ. മിക്സ് നമ്മളെപ്പോഴും ഇതുപോലെ നിറച്ച് കൊടുക്കുക കേട്ടോ. അതായത് നിറച്ച് കഴിയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് താഴ്ന്നു പോകുന്ന രീതിയിലായിരിക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ മാസം മാറി ചെടിയാണ് ഇത് ഇനിയിപ്പോൾ കുറച്ച് നടാൻ പോകുന്നത്. അതും നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, അടിവശത്തുള്ള ഇലകളൊക്കെ ഒന്ന് എടുത്തു മാറ്റുക. ഈ പ്ലാന്റും ഇതേപോലെ തന്നെയാണ്. നമ്മൾ കട്ട് ചെയ്ത് പെട്ടെന്ന് റൂട്ട് വരുന്ന ഒരു ചെടിയാണ്. കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ്. പെട്ടെന്ന് വളർന്നു വരും. അതായത് 1 മാസം കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ചെടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വളർന്ന് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ വരുന്ന ഒരു ചെടിയാണ് ഈ ഒരു മാസം മാറി ചെടി.
അപ്പോൾ ഇതിനെയും നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം നമ്മൾ പ്ലാന്റ് നട്ട് കൊടുക്കുക. നട്ട് അതിൽ വേര് വന്ന് വേര് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു കയ്യിൻ്റെ ഒരു പകുതി ഉയരം വരെ ഇത് വളർന്നു കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ തിരിളുണ്ടല്ലോ, ആ തിരിളിഞ്ഞിട്ട് നമ്മൾ അതങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. അങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും പെട്ടെന്ന് ബ്രാഞ്ചസ് വരും. അങ്ങനെയാണ് നമ്മൾ കോളിയസ് പ്ലാന്റ് പെട്ടെന്ന് വളർത്തിയെടുക്കുക. അതായത് അതിങ്ങനെ കുത്തനെ വളർന്നു പോകുന്നതിന് പകരം നമ്മൾ അത് ജസ്റ്റ് വേരൊന്ന് പിടിച്ച് കഴിയുമ്പോൾ, അതായത് നമ്മൾ നട്ടൊരു 1.5 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കിലും തന്നെ അത് അത്യാവശ്യം വലിപ്പം വെക്കും. ആ ഒരു സമയത്ത് അതിൻ്റെ തിരിളങ്ങോട്ട് അറുത്ത് മാറ്റുക. നമ്മൾ കൈ കൊണ്ടൊന്ന് പൊട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങോട്ട് പോയി കിട്ടുമല്ലോ. അതിന് കത്തിയൊന്നും ഉപയോഗിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. കാരണം അത്രയും ഒരു എന്താ പറയുക, അത്ര ഒരു ഉറപ്പൊന്നുമുള്ള ഒരു ചെടിയല്ല, അത്ര വളരെ സോഫ്റ്റായിട്ടുള്ള തിരളുകളായിരിക്കും അതിന്. അപ്പോൾ അതിൻ്റെ തിരൾ അങ്ങോട്ട് പൊട്ടിച്ച് കളയുക. അപ്പം അതിൻ്റെ സൈഡിൽ നിന്ന് നല്ല പോലെ ബ്രാഞ്ചസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്കിത് കുറേ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതിൽ നിന്ന് നമുക്ക് ബ്രാഞ്ചസ് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ ചെടിക്ക് കുറേ പേരുകളുണ്ട്. മാസം മാറി, കണ്ണാടി ചെടി, കോളിയസ് പ്ലാന്റ്, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ കണ്ടോ, ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ബേബി പ്ലാന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇച്ചിരി വലുതാവുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കിത് കട്ട് ചെയ്ത് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്താണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ പെട്ടെന്ന് ചേഞ്ചായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് മഴയത്ത് അധികം നനവുള്ള സ്ഥലങ്ങളിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം വെള്ളം അത്യാവശ്യമുള്ള ചെടിയാണെങ്കിലും കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അളിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മഴ സീസണിൽ ഇതിനെ നമ്മൾ ഷെയ്ഡഡ് ഏരിയയിൽ വെച്ച് വളർത്തിയെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ച് മുമ്പേ ചെയ്ത് വെച്ചതാണ്. ഇപ്പം ഞാൻ ഇത് കാണിക്കുന്നു മാത്രം. അന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇതിപ്പോൾ നമ്മുടെ ശവന്നാറി ചെടിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്ലവർ നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഏത് ചെടി ആയിക്കോട്ടെ നമ്മൾ ഒന്നും വിചാരിക്കേണ്ട, അതിൻ്റെ ഫ്ലവർ കട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നട്ട് കൊടുക്കുക. കാരണം ആ ഫ്ലവർ അതിലുണ്ടെങ്കിൽ ആ ചെടി പെട്ടെന്ന് ചിലപ്പം ആ സമയത്ത് ചിലപ്പോൾ പിടിച്ച് കിട്ടും, പക്ഷേ പിന്നീട് അത് പെട്ടെന്ന് നശിച്ചു പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം എന്ന് പറയുന്നത് അത് പെട്ടെന്ന് ആ ചെടി പിന്നെ നശിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്ത് കട്ട് ചെയ്തിട്ട് ഫ്ലവറും മൊട്ടുകളും ഒക്കെ കട്ട് ചെയ്തിട്ട് നട്ടപ്പോൾ അത് കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും കൂടുതൽ കാലം നിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെടികൾ. അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ പറയുന്നത്. മഴക്കാലത്ത് പല ചെടികളും പരിചരിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ പല ചെടികളും വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ അളിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീട്ടിലുള്ള ചെടികളൊക്കെ വെള്ളം കൂടുതൽ വേണ്ടാത്ത ചെടികളെയൊക്കെ നിങ്ങൾ എടുത്തിട്ട് ഷെയ്ഡഡ് ഏരിയയിലോട്ട് മാറ്റി വെക്കുക. മഴക്കാലം കഴിഞ്ഞതിന് ശേഷം മാത്രം അതിനെ പുറത്തോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം മഴക്കാലത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ചെടികൾ നഷ്ടപ്പെട്ടു പോവും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചെടി നടൽ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ട് ഈ ചെടികളൊക്കെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് അവൾ തന്നതായിരുന്നു കേട്ടോ. കവിത എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. അവളുടെ വീട്ടിൽ അവളുടെ മകള്, ചെറിയ മകളാണ്, 10 വയസ്സുള്ള കുട്ടിയാണ്. അവൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചെടികളാണ് ഇതൊക്കെ. അപ്പോൾ അവളുടെ അടുത്ത് നിന്ന് ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അവളുടെ ഗാർഡൻ കൂടി ഞാൻ ഈ വീഡിയോയിലെ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അതും കൂടി നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന് കൂടി ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പിന്നെ നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻസ് അതെന്തായാലും നിങ്ങളൊന്ന് എഴുതണം കേട്ടോ. കാരണം നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ എഴുതുന്നതിനനുസരിച്ച് എനിക്ക് എൻ്റെ ചാനലിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ മാറ്റം വരുത്താൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റിപ്ലൈ തരാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കമൻസ് കൊണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് അത്യാവശ്യം വെള്ളം ഒന്ന് നനച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം നനയ്ക്കേണ്ടതില്ല, പക്ഷേ ദിവസവും കുറച്ച് വെള്ളം എല്ലാ ചെടികൾക്കും നനച്ച് കൊടുക്കുക. നനച്ചതിന് ശേഷം നമ്മൾ ഇത് ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ വെക്കുക കേട്ടോ. ഒരാഴ്ച നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം മാത്രം നമ്മൾ വെയിലത്തോട്ട് മാറ്റിയാൽ മതി കേട്ടോ.
ഇനി നമുക്ക് കവിതയുടെ മകള് നട്ടിട്ടുള്ള ചെടികളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട്. എന്തൊരു കളർഫുള്ളാണ് ഈ ഒരു ഫ്ലവറിനൊക്കെ. അപ്പോൾ ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ചെടികളുണ്ട് കേട്ടോ. ചൈനീസ് ബ്ലോൾസം, പിന്നെ കാശിത്തുമ്പ, പിന്നെ നമ്മുടെ വെൽവെറ്റ് പ്ലാന്റ്, ബെസ്സി, പിന്നെ കോളിയസ് പ്ലാന്റ് ഉണ്ട്, ജമന്തി ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് കേട്ടോ. ഈ ലോക്ക്ഡൗൺ ടൈമിൽ കുട്ടികളൊക്കെ വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടുകയാണല്ലോ. അതായത് അവർക്ക് സ്കൂളിലൊന്നും പോകാനില്ല, പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ എന്താ പറയുക, ഒരു ചടപ്പായിരിക്കും കുട്ടികൾക്ക് അല്ലേ. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ചില എൻ്റർടൈൻമെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ മനസ്സും നല്ലൊരു ഫ്രീ ആവും, അവർക്ക് നല്ലൊരു ഹാപ്പിനെസ് കിട്ടും. ഇതൊക്കെ നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീടുകളിലുള്ള കുഞ്ഞു കുട്ടികളെയൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷമാവും. കാരണം ഒരു ചെടിയിൽ അതിന് പൂമൊട്ടുകൾ വരുമ്പോഴും പൂക്കൾ വരുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു വലിയൊരു സന്തോഷമുണ്ട്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു സന്തോഷമായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള ആളുകൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യിക്കുക, അതൊക്കെ നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കും ഇത് കാണുമ്പോൾ ഒരു നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണല്ലോ. ഇതിൻ്റെ അടുത്തൊന്ന് പോവുക, ഇതിനൊന്ന് നനച്ച് കൊടുക്കുക, അതിൽ പൂക്കളൊക്കെ വരുമ്പോൾ അതിനൊന്ന് തൊട്ട് തലോടുക, അതൊക്കെ ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. കണ്ടോ, കാശിത്തുമ്പയിൽ നല്ല ഒരു റെഡ് കളറാണിത്. പിന്നെ ചെടികളൊക്കെ നല്ല തിക്കായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നല്ല എന്താ പറയുക, ഒരുപാട് സെറ്റിങ്സ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നട്ടിട്ടുള്ളത്. ചെറിയ കുട്ടിയല്ലേ, 10 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്നാലും ആ ഒരു കുഞ്ഞു മോള് ഇത്രയും നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കി കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ കോളാമ്പി ചെടികൾ ഒക്കെ ഉണ്ട്, അതിലൊക്കെ പൂക്കൾ വന്നിട്ടുണ്ട്. പിന്നെ പന്നീറുണ്ട്, ഷവന്നാറ് ചെടിയുണ്ട്, 10 മണി ചെടിയുണ്ട്, അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. കണ്ടോ, ഒരു ചട്ടിയിൽ തന്നെ കുറേ അധികം ചെടികളൊക്കെ നട്ടിട്ടുണ്ട് ആള്. ഇത് കണ്ടോ, കാശിത്തുമ്പയിൽ നല്ലൊരു വെറൈറ്റി കളറാണിത്. അതും ഒറ്റ ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് ശിഖരങ്ങൾ വന്നിട്ട് അതിൽ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനടുത്തായിട്ട് തന്നെ 10 മണി പൂക്കളുണ്ട്. പിന്നെ നമ്മുടെ ചെട്ടിച്ചെടി എന്ന് പറയും നമ്മൾ. പിന്നെ എന്താ പറയുക, മല്ലികപ്പൂ എന്ന് പറയും ചിലർ. ഇതിന് ചെണ്ടുമല്ലി എന്നാണ് ശരിക്കും പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ചെട്ടിച്ചെടിന്നും ചെണ്ടുമല്ലി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് വേറെയും കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ മല്ലികപ്പൂവ് ഉണ്ടല്ലോ, ഈ മല്ലികപ്പൂവ് കുറേ നാൾ നിൽക്കും. ഒരിക്കലും പൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 2-3 മാസത്തോളം ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ അതിലും നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വെൽവെറ്റ് പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ് അതിനടുത്ത് തന്നെ ഉള്ളത്. പിന്നെ ഇതൊക്കെയാണ് ഇവളുടെ ഗാർഡനിലുള്ള കുറച്ച് ചെടികൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചെടിച്ചട്ടിയുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും.